ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈസൂർ മല്ലൂസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇന്നാണ് ഗണേശ ചതുർത്ഥി അല്ലെങ്കിൽ വിനായക ചതുർത്ഥി. കർണാടകയിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. കർണാടകയിൽ മാത്രമല്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഗണേശന്മാരെ ഇപ്പോൾ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഗണേശനെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല തരത്തിലുള്ള ഗണേശന്മാരെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയ ഗണേശന്മാരുണ്ട്, വലിയ ഗണേശന്മാരുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഗണേശന്മാരുണ്ട്. ഇവരെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിലിരുത്തിയിട്ട് അതിൽ പൂജയൊക്കെ ചെയ്ത് ഒന്നെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 1 മാസം വരെ വീട്ടിലിരുത്തിയിട്ട് ലാസ്റ്റ് പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ ഒരു ഗണേശനെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞു ഗണേശനെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഗൗരിയുണ്ട്, ഗണേശൻ്റെ അമ്മയായ ഗൗരി പാർവതി ദേവിയും ഗണേശൻ്റെ ഒപ്പം തന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളെയും കൂടെ നമ്മൾ പൂജാ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. അപ്പോൾ വൈകുന്നേരമാണ് പൂജയൊക്കെ ചെയ്യേണ്ടത്. ഗണേശന് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെയാണ് നമ്മൾ പൂജയ്ക്ക് വെക്കുന്നത്. റവയുണ്ട, മോദകം, പായസം, അങ്ങനെയുള്ള കുറച്ച് അപ്പങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ മീനുമാണ് മോദകവും ഹൽവ ഉണ്ടാക്കിയത് മീനുമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് പായസവും റവയുണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാനിവിടെ വന്നിട്ട് സെക്കൻഡ് ടൈമാണ് ഗണേശനെ വീട്ടിലിരുത്തുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ആചാരങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഇതെല്ലാം പുതിയ പുതിയ അനുഭവങ്ങളാണ്. അപ്പോൾ റോഡിൻ്റെ സർക്കിളിലെല്ലാം കുറച്ച് ആളുകളെല്ലാം കൂടിയിട്ട് ഗണേശനെ ഇതുപോലെ ഇരുത്തി, അത് വലിയ ഗണേശനെയാണ് വാങ്ങുക. അപ്പോൾ ഗണേശനെ ഇരുത്തി പൂജ ചെയ്ത് 1 മാസമെല്ലാം വെക്കുന്നവരുണ്ട്. അതെല്ലാം പൂജ ചെയ്തതിന് ശേഷം പുഴയിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കുകയായി ചെയ്യുക. വീടിൻ്റെ അടുത്തുള്ളവരും ഫ്രണ്ട്സും എല്ലാം ഒരുപാട് സ്വീറ്റ്സും കൊണ്ടുതരും. പിന്നെ ചിലവർ ഒരു തട്ടത്തിൽ ഒരുപാട് ഫ്രൂട്ട്സും പിന്നെ ബ്ലൗസ് പീസ്, വെറ്റില, അടക്ക, കുപ്പിവളകൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് കൊണ്ടുതരാറുണ്ട്. അങ്ങനെ കുറേ വർഷങ്ങളായി എനക്കും കിട്ടാറുണ്ട് കുപ്പിവളകളൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിനായക ചതുർത്ഥി ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്.